ഇനിയുള്ളത് മക്കൾ എന്തിനാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ 5 കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. കുട്ടികളെ നന്നാവാൻ 5 കാര്യങ്ങൾ ചെയ്യണം. 1, കുട്ടികളെ കൊണ്ടുള്ള ഉദ്ദേശം ക്ലിയർ ആയിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ലക്ഷ്യം ക്ലിയർ ആയിരിക്കണം. എപ്പോഴും എന്തിനാ കുട്ടി എന്നതിൻ്റെ ഉത്തരം ക്ലിയർ ആയിരിക്കണം. നാളെ ഒരു പെരേ ചെന്നു. അപ്പോൾ പെരക്കാരൻ പറഞ്ഞു, ഉസ്താദേ 3 പെൺകുട്ടികളുണ്ട്, അടുത്തതെങ്കിലും ഒരു ആൺകുട്ടിയാകാൻ വേണ്ടി ദോരക്ക് കൊണ്ടുവരണം. അപ്പം ഞാൻ ചോദിച്ചു, അതിപ്പോൾ എന്തിനാ ഇനിയിപ്പോൾ ഒരു ആൺകുട്ടി എന്ന് ചോദിച്ചു. ഞാൻ പൊതുവെ അങ്ങനെ തമാശ ഒന്നും പറയലില്ല, എന്നാലും അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പറയാം. അങ്ങനെയാണ് ആൾക്കാർ ഞാൻ തമാശ പറയുന്ന പറഞ്ഞത്, പക്ഷെ ഞാൻ അങ്ങനെ പറയലില്ല, എപ്പോഴേലൊക്കെ ഒന്ന് പറയും. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പിന്നെ ഒരു ആൺകുട്ടി എന്ന് ചോദിച്ചു. അതിൽ മൂപ്പര് പറഞ്ഞു, അത് നമുക്ക് ഈ നാളും പ്രായമൊക്കെ ആവുമ്പോഴേ ദണ്ണത്തിലൊക്കെ കിടക്കുമ്പോൾ ആശുപത്രിയിലൊക്കെ ആവുമ്പോൾ മരുന്നെടുത്തൊക്കെ തരാൻ അവനാൻ്റെ വെച്ചിട്ട് ഒരു ആൺകുട്ടി വേണ്ട വെച്ചിട്ടാണ് കാരണം. എന്താ ഈ പറഞ്ഞേ, എനിക്ക് മനസ്സിലായോ? നമ്മൾക്ക് വയസ്സായി നാളും പ്രായമൊക്കെ ആയിട്ട് ദണ്ണത്ത് കിടന്നിട്ട് ആശുപത്രിയിലാവുമ്പോൾ മരുന്നെടുത്ത് തരാൻ അവനാൻ്റെ വെച്ചിട്ട് ഒരു ആൺകുട്ടി വേണ്ട വെച്ചിട്ടാണ് എന്ന് വേണോ? കീശയിൽ പൈസ ഉണ്ടെങ്കിലേ നേഴ്സിനെ വെച്ചാൽ അവനാൻ്റെ കുട്ടികൾ നോക്കണേനേക്കാൾ ഉഷാറായിട്ടുണ്ട്. അതിന് കീശയെ കൈണ്ടായാൽ മതി. ദണ്ണത് കിടക്കുമ്പോൾ മരുന്നെടുത്ത് തരാൻ അങ്ങനെ ഒരു കുട്ടി വേണമെന്നൊന്നുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത ഈ പറഞ്ഞ ഒക്കെ അബദ്ധമാണ് എന്നുള്ളതാണ്. 1 വയസ്സാവുമ്പോൾ ദണ്ണത്ത് കിടക്കണം എന്നൊരു നിർബന്ധമില്ല. ആദ്യം അവിടെ തന്നെ പോയിക്കണം സംഗതി. വയസ്സാവുമ്പോൾ ദണ്ണത് കിടക്കണം എന്നൊരു നിർബന്ധമില്ലല്ലോ. ഇനി ദണ്ണത്തിലാണെങ്കിൽ തന്നെ ആശുപത്രിയിലാണെന്ന് അത്രയും നിർബന്ധമില്ല. പിന്നെ 3-മത്തേതാണ് മരുന്നെടുത്ത് തരാൻ നമ്മളെ കുട്ടികളെ പണിയും മരുന്നെടുത്ത് തരലാണല്ലോ, വേറെ എന്തൊക്കെ പണിയുണ്ടോ എനിക്ക്. അപ്പം അങ്ങനെ 1 ലക്ഷ്യം ക്ലിയർ ചെയ്യും. അപ്പോൾ എന്നാൽ പിന്നെ അതല്ലെങ്കിൽ പിന്നെ എന്താന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തതായിട്ട് മനസ്സിലേക്ക് വരാൻ എന്താ വെച്ചാൽ കുറേ സ്വത്തും മുതലൊക്കെ അല്ലേ, അതിനൊരു അനന്തരാവകാശി വേണ്ടതെന്നാണ് പിന്നെ അടുത്തതായിട്ട് തോന്നുക. അനന്തരാവകാശികൾ അങ്ങനെ അനിവാര്യമായൊരു ഘടകമാണെങ്കിൽ അത് ആദ്യം അമ്പിയാക്കൾക്കാണ് ഉണ്ടാവേണ്ടത്. നബിമാർക്കൊന്നും അനന്തരാവകാശമല്ല. നഹ്നു മആശറൽ അംബിയാഇ ലാ നൂറസു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. ബൈത്തുൽ മാലിൽ അടക്കുകയാണ് ചെയ്തത്. ഫാത്തിമ ബീവി കൊടുത്തിട്ടില്ല. അമ്പിയാക്കളുടെ സ്വത്തിൽ അനന്തരം ഉണ്ടാവില്ല. അതുകൊണ്ട് അനന്തരം ഉണ്ടാവുക എന്നുള്ള അത്ര നിർബന്ധമായ കാര്യമൊന്നുമല്ല. ഉണ്ടെങ്കിൽ അല്ല തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെന്തിനാ കുട്ടി? പിന്നുള്ളത് നമ്മൾ ആ തറവാട് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നാണ് 3-മത് നമുക്ക് തോന്നുക. തറവാട് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പം അതിന് ഞമ്മക്ക് തന്നെ കുട്ടി ഉണ്ടാകണമെന്നൊന്നുമില്ല. തറവാട്ടിൽ ആർക്കെങ്കിലും ഉണ്ടായാലും പോരെ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ തറവാട് എന്നൊക്കെ പറഞ്ഞത് ആദം നബിയുടെ തറവാടാണെങ്കിൽ എല്ലാവരും ആയിപ്പെട്ട തന്നെയാണ്. പിന്നെ ഇപ്പം നമ്മളിങ്ങനെ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള കിഴക്കേതിൽ പടിഞ്ഞാറേതിൽ തെക്കേതിൽ വടക്കേതിൽ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളാണ് പിന്നെ ഉള്ളത്. അതൊന്നും ഇപ്പോൾ നിലനിന്നോളം നിർബന്ധമില്ല. നിൽക്കുകയാണെങ്കിൽ നല്ല തന്നെയാണ് എന്നുള്ളതാണ്. സത്യത്തിൽ മക്കൾ എന്തിനാണെന്നതിൻ്റെ ലക്ഷ്യം ക്ലിയർ ആക്കുന്നില്ല എന്നുള്ളതാണ് കുട്ടികൾ നന്നാവാത്തതിൻ്റെ 1-മത്തെ കാരണം. ഞാനിങ്ങനെ കുറേ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ല ലക്ഷ്യമായിട്ട് എനിക്ക് തോന്നിയത്, ഏറ്റവും നല്ല ലക്ഷ്യമായിട്ട് തോന്നിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർദ്ധനവിന് വേണ്ടി എന്ന് നിയതി ചെയ്യലാന്നാണ്. മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം 120 വരികളിലായി ആളുകൾ സ്വർഗത്തിലേക്ക് വരി നിൽക്കുമെന്നാണ്. അതിൽ 90 വരി മുത്തുനബിയുടെ ഉമ്മത്താവുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന നബി തങ്ങളുടെ ഉമ്മത്തിൻ്റെ വർധനവിന് വേണ്ടി എന്ന് മക്കളെ കൊണ്ട് നിയത്ത് ചെയ്യലാണ് ഏറ്റവും നല്ല നിയത്ത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പല നിയത്തും ചെയ്യാം. സ്വാലിഹാക്കാൻ, സ്വാലിഹ വളർത്താൻ, ഇൽമു പഠിപ്പിക്കാൻ, അങ്ങനെ പലതും ചെയ്യാം. അൽഹംദുലില്ലാഹ് ഇവിടെ നല്ല ദർസൊക്കെ നടക്കുന്നുണ്ട്. ദർസ് വളരെ പവിത്രമാണ്. നമ്മളിപ്പോൾ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ഹിഫ്ള് എന്നുള്ളതൊരു ട്രെൻഡായിട്ടുണ്ട്. മോശമെന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ, പൊതുവെ അങ്ങനെ ആയിട്ടുണ്ട്. പക്ഷെ പഴമക്കാരായ ആളുകളൊക്കെ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് മക്കളെ
ആലിമാക്കണം എന്നാണ്. ഓരോരു ഇഫ്ള് മാത്രം ഉണ്ടായിട്ട് ഇൽമില്ലെങ്കിൽ, നമ്മളെ നാട്ടിലൊക്കെ സിമെൻ്റൊക്കെ തേക്കാൻ വരുന്ന ബംഗാളികളിലൊക്കെ നല്ല നല്ല ഹാഫിളുകളുണ്ട്. വിളിച്ചിട്ട് ഓദിച്ചോക്കാൻ നിങ്ങൾ അടിപൊളിയായിട്ട് ഓതിത്തരും. അപ്പോൾ ഹാഫിൾ മാത്രമായതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഹാഫിളും ആലിമും കൂടി ആകുമ്പോഴാണ് പ്രയോജനം ഉണ്ടാകുന്നത്. ദർസുള്ള പള്ളികളിൽ ദുആക്ക് പ്രത്യേകമായി ഇജാബത്ത് ഉണ്ടാവുന്നതാണ്. പള്ളികളിൽ ഇജാബത്ത് നഷ്ടപ്പെട്ടതിന് കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം പള്ളിയിൽ നിന്ന് ദർസ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഇജാബത്ത് കുറയാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. മാബൈന ഖബരി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞു കൊടുത്ത്, എൻ്റെ ഖബറിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിൽ സ്വർഗത്തോപ്പാണ് എന്ന് പറഞ്ഞു കൊടുത്ത്, എന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് മഹത്തുക്കൾ പരിശോധിച്ചിട്ട് പറയണത്, മുദരിസായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും നടന്ന സ്ഥലമാണത് എന്നതാണ്. അതിനോട് യോജിക്കുന്ന പ്രയോഗം തന്നെയാണ് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന പ്രയോഗവും എന്നാണ്. അപ്പോൾ പള്ളി സ്വർഗത്തോപ്പാകണമെങ്കിൽ അവിടെ പ്രധാനമായിട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യം പള്ളി ദർസാണ് എന്ന്. സാന്ദർഭികമായിട്ടും ഇവിടെ ദർസ് ഉണ്ട് എന്നുള്ളതോടുകൂടി ഞാനത് സൂചിപ്പിക്കുകയാണ്. ഞാൻ വരുന്നതിന് മുമ്പായിട്ട് നമ്മളെ ഖത്തറിലുള്ള ഒരു ഇബ്രാഹിം ഹാജി ഉണ്ട്, നിങ്ങൾ പലർക്കും പരിചയം ഉണ്ടാവും. അവർക്ക് റിയാദിലൊക്കെ ബിസിനസ് ഉണ്ട്. നല്ല ഒരു ദീനീ സ്നേഹിയാണ്. ഒരുപാട് ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്ന വലിയൊരു മനുഷ്യനാണ്. ഖത്തർ ഇബ്രാഹിം ഹാജി എന്നാണ് പറയാം. അദ്ദേഹം എൻ്റെ നാട്ടിലൊരു സ്ഥാപനമുണ്ട്, ഞാൻ നേതൃത്വം കൊടുക്കുന്ന കാര്യമായി സഹായിച്ചിട്ടുണ്ട്. വ്യക്തിപരമായും കുടുംബപരമായും നമുക്കൊരുപാട് ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് റുഖിയ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാര്യ വീട് ഈ നാട്ടിലാണ്. അവരുടെ സഹോദരൻ അഷ്റഫ്, അതുപോലെ ഉമ്മ ഉപ്പ എന്നിവരൊക്കെ ഈ ഖബർസ്ഥാനിലുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മുത്തഅല്ലിമിൻ്റെ ചെലവ് റുഖിയ എന്ന ആ സഹോദരി ഏറ്റെടുത്തു. ഒന്ന് നേരത്തെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഒന്നും കൂടി ഏറ്റെടുക്കാമെന്ന് പറയാനും പ്രത്യേകം ദുആ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ, സന്തോഷത്തിലും റാഹത്തിലാക്കി കൊടുക്കട്ടെ. അവരുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, വരുമാനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ദീനീ സംരംഭങ്ങളെ നന്നായിട്ട് സഹായിക്കുന്ന ആളാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ സമ്പത്തിൽ, വരുമാനങ്ങളിൽ, ബിസിനസ്സുകളിലൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. അതുപോലെ നമ്മളെ ബഹുമാനപ്പെട്ട ബാക്കി ഉസ്താദ്, മഹാനവർഗയുടെ ഭാര്യ, ഉപ്പ തുടങ്ങിയവരൊക്കെ ബന്ധുക്കളൊക്കെ ഈ ഖബർസ്ഥാനിലുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയൊക്കെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഭാര്യ മരണപ്പെട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഖബറിങ്ങ് പോയി ദുആ ചെയ്തു. അള്ളാഹു തആല അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ബന്ധുക്കൾ, ദുആ ചെയ്യാൻ പറഞ്ഞവർ, വേണ്ടപ്പെട്ടവർ, ഒരുപാട് ആളുകൾ ആരുടെ മണ്ണിലാണ്. അള്ളാഹു അവരുടെയൊക്കെ ഖബറിനെ സ്വർഗമാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ദീനിയും ദുന്യവിയുമായ എല്ലാ വിഷയങ്ങളെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റെടുക്കട്ടെ. അപ്പോൾ ദർസ് പള്ളിക്ക് എപ്പോഴും ഒരു ഐശ്വര്യമാണ്. പള്ളിയെ സംബന്ധിച്ച് ദുആന്റെ ഇജാബത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദർസ് ഉണ്ടാകുക എന്ന് പറഞ്ഞത്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. ദർസ് നിലനിൽക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും മാറ്റം ഉണ്ടാകുന്നത് 3 സമയത്താണെന്നാണ്. ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുന്നത് 3 സമയത്താണ്. ഒന്ന് പ്രായപൂർത്തിയാവുമ്പോഴാണ്, പിന്നൊന്ന് ജോലി കിട്ടുമ്പോഴാണ്, പിന്നെ ഒന്ന് റിട്ടയർഡ് ആവുമ്പോഴാണ് എന്നാണ് ഏത് മനുഷ്യനും ജീവിതത്തിലെ ഏറ്റവും മാറ്റം. ഒന്ന് പ്രായപൂർത്തിയാവുമ്പോഴുള്ള മാറ്റം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ വലിയ കുട്ടിയായി എന്ന് തോന്നുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ മുമ്പര വാപ്പവനോട് പറയും ചെയ്യും, ഇതിപ്പോൾ വലിയ കുട്ടിയായിട്ടുണ്ട് കേട്ടോ, പഴയമായിരുന്നല്ല എന്ന് പറയും. വലിയ കുട്ടിയായി എന്ന് നമുക്ക് തോന്നിയുള്ള കുഴപ്പം എന്താണെന്ന് അറിയുങ്ങൾ, പിന്നെ നമ്മളങ്ങോട്ട് ആരും ഉപദേശിക്കണ്ട, എല്ലാവരോടും നമ്മൾ അങ്ങോട്ട് ഉപദേശിച്ചോളാ എന്നുള്ളിടത്ത് നമ്മൾ എത്തും എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത് മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് ജോലി കിട്ടിയാലാണെന്നാണ്. ജോലി കിട്ടിയാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, പിന്നെ ജോലി ഇല്ലാത്തവരെയും സാധുക്കളെയും കണ്ണിൻ്റെ ഇര കണ്ടുവിടാന്നുള്ളത് ഉണ്ടാവുന്നതാണ്. ഇപ്പം നമ്മൾ ചില പഞ്ചായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിൽ, പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നാൽ, ചില ബാങ്കിലൊക്കെ ചെന്നാൽ അവിടെ ഉണ്ടാവും ചില ഉദ്യോഗസ്ഥന്മാർ മൂത്ത് കോക്കാത്ത സൈസ്, കീപ്പട്ട് മാത്രമേ ഓൽക്ക് കണ്ണുള്ളൂ, മനുഷ്യനെ കാണൂല. അങ്ങനത്തെ ഓൽക്ക് ജോലി കിട്ടുന്നതിൻ്റെ മുമ്പ് പോലെ അങ്ങനെയൊന്നും അല്ല, നല്ല മനുഷ്യന്മാരായിരുന്നു. ജോലി കിട്ടിയപ്പോൾ ഇങ്ങനെ ഉണ്ടായതാണ്. അതാണ് ജോലി കിട്ടിയാലുണ്ടാവുന്ന മാറ്റം.
ഇനി മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം, റിട്ടയർഡ് ആവുമ്പോൾ. റിട്ടയർഡ് ആകുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആകുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. അതുമാണ്. അതിൻ്റെ ഒപ്പം കൃഷിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും, മീൻ കച്ചവടത്തിൽ നിന്ന് റിട്ടയർഡ് ആയാലും, പാടത്തുനിന്ന് റിട്ടയർഡ് ആയാലും, തെങ്ങുംതോട്ടത്തിൽ നിന്ന് റിട്ടയർഡ് ആയാലും, എവിടുന്ന് റിട്ടയർഡ് ആയാലും ഉള്ളൊരു പ്രശ്നം കുട്ടികളെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാന്നുള്ളതാണ്. മനസ്സിലാകണില്ല. പേരക്കുട്ടി വിരുന്ന് വരുമ്പോഴേ വലിയ സന്തോഷത്തിലാ വരിക, വല്യാപ്പാനെ കാണാൻ പോവുക എന്നൊക്കെ കരുതിയിട്ട്. പേരക്കുട്ടി വിരുന്ന് വരുമ്പോൾ വല്യാപ്പ ചെന്നിട്ട് വേണമെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുട്ടീനെ എടുത്ത് കൊണ്ടുവരൊക്കെ ചെയ്യും. 2 ദിവസം തിരക്കേടുണ്ടാവില്ല. 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേന് വല്യപ്പാൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. കണ്ണടയുടെ കാല് കാണാനില്ല, പത്രത്തിൽ നിന്ന് ഫോട്ടോ വെട്ടിയിട്ടുണ്ട്, അങ്ങനെ അപ്പടി ഇപ്പടി ചൊറിഞ്ഞ് മാന്തി. സൈക്കിൾമ കയറിയാൽ കയറിയതിൻ്റെ കുഴപ്പം, സൈക്കിൾമ കയറിയില്ലെങ്കിൽ കയറാത്തതിൻ്റെ കുഴപ്പം. സൈക്കിൾമ കയറിയാൽ കണ്ടിലേ ചെറുക്കൻ കാല് മുറിക്കാൻ വേണ്ടി കയറിയത് എന്നായി. സൈക്കിൾമ കയറിയില്ലെങ്കിൽ 4000 ഉറുപ്പ്യ ചെലവാക്കിയിട്ട് ആ സൈക്കിൾ വാങ്ങി കൊടുന്നിച്ചിട്ട് ആ ചെങ്ങായി കൈമൊന്ന് കയറി നോക്കിക്കൂടെ എന്നായി. ഈ ഒരു സംഗതി ചിലപ്പം പള്ളി ദർസുള്ള പള്ളിക്ക് ഉണ്ടാവും. ഹൗദെന്ന് വെള്ളം മുക്കിയാൽ പ്രശ്നം, മുക്കിയില്ലെങ്കിൽ പ്രശ്നം. ഹൗദെന്ന് വെള്ളം മുക്കിയാൽ പടച്ചോൻ്റെ പള്ളിക്കത്തെ വെള്ളം മുഴുവൻ മുക്കി ഒഴിക്കുകയെന്നായി. മുക്കിയില്ലെങ്കിൽ അള്ളാൻ്റെ പള്ളിക്കൊക്കെ കാലഗാതെ കയറുകയെന്നായി. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? നിങ്ങൾ എല്ലാവരും ചെറുതായിട്ട് വലുതായതാണ്. ആരും ഈ വലുപ്പത്തിൽ ഉമ്മ പ്രസവിച്ചതല്ല. സ്വാലീഹ് നബിയുടെ ഒട്ടകം മാത്രമേ പാറിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചെറുതായിട്ട് വലുതായത് തന്നെയാണ്. ചിലതൊക്കെ കണ്ടില്ലാന്ന് വെക്കേണ്ടി വരും, അപ്പോഴേ സംഗതിയൊക്കെ നിലനിന്ന് പോവുള്ളൂ എന്ന് പറയാനാണ് ഞാൻ സൂചിപ്പിച്ചത്. ചിലതൊക്കെ നമ്മളങ്ങനെ, അത് പെരയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, പള്ളിക്ക് മാത്രമല്ല അങ്ങാടിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, പെരയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ചെറുപ്പക്കാരൊന്നല്ല കേട് നിൽക്കുന്നത്, വയസ്സന്മാരാന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. റമദാൻ മാസമായാലും അങ്ങാടിയത്തെ പള്ളിയത്തെ ഹൗദക്ക് വെള്ളം അടിച്ചാലും തികണില്ല. വയസ്സന്മാർ നിൽക്കരിച്ചിട്ടാ, ചെറുപ്പക്കാർ കാര്യങ്ങൾ നിൽക്കരിച്ചിട്ട്. പണ്ടൊക്കെ ഈ റമദാൻ മാസം ആയാൽ പുതിയാപ്പള സൽക്കാരുണ്ടാവും, നോമ്പുതുറ പുതിയാപ്പള സൽക്കാരുണ്ടാവും. അതിനൊരു 20 ആൾ പോയാലും മിക്കവാറും 16 ആളും നോലുമ്പില്ലാത്തവരാണ് പണ്ട് പോവുക. 4 ആൾ മാത്രമേ നോലുമ്പുള്ള ഉണ്ടാവുക. ഇന്നങ്ങനെയല്ല. ഇന്ന് പുതിയാപ്പള സൽക്കാരത്തിന് 20 ആൾ പോകണമെങ്കിൽ 20 ആൾക്കും നോലുമ്പുണ്ട്, വണ്ടിയുടെ ഡ്രൈവർക്കൾക്ക് നോലുമ്പുണ്ട്, ബസ്സിൽ അതേ ലൈൻ ബസ് പോണേ ഡ്രൈവർക്ക് നോമ്പുണ്ട്, കണ്ടക്ടർക്ക് നോമ്പുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരൊക്കെ കുറേ നേരമായിട്ടുണ്ട്. നമ്മൾ പ്രായമായ ആളുകൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യുന്നില്ല എന്നതാണ് പ്രശ്നം. വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. അപ്പം അതുകൊണ്ട് മക്കൾ നന്നാവാൻ ഒന്ന് ലക്ഷ്യം നന്നായിരിക്കണം എന്നതാണ്. രണ്ടാമത്തത് ഉദ്ദേശത്തിനനുസരിച്ച് പേര് നൽകണം എന്നതാണ് രണ്ടാമത്തെ കാര്യം. പേരിടുമ്പോൾ 3 കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. ഒന്ന്, പേരിന് നല്ല ഒരർത്ഥം ഉണ്ടായിരിക്കണം. അറബിയനാവണം നിർബന്ധമൊന്നുമില്ല, നല്ലൊരർത്ഥമുള്ള പേരായിരിക്കുക. എന്നാൽ അർത്ഥത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് പേരിൻ്റെ താരീഖ്. ഇത് ആരെ പേരാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആരുടെ പേരാകുന്നു? എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഇക്ബാൽ എന്ന് പറഞ്ഞിട്ട്, പഠിക്കൽ ഇക്ബാൽ, KTK ഇക്ബാൽ എന്നാ പറയാം. നല്ലൊരു ദീനീ പ്രവർത്തകനാണ്, നേരത്തെ മരണപ്പെട്ടു, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇക്ബാലിന് 3 ആൺകുട്ടികളാണ്. ഇക്ബാലിന് മക്കളുണ്ടായാൽ പിന്നെ നമ്മളെ സബീനയിലെ ബദർ മൗലിദ് ഉണ്ട്. ആ ബദർ മൗലിദിൻ്റെ അവസാനത്തെ ഹദീസിന് തുറന്നു വെച്ചിട്ട് ഭാര്യനോട് പറയും, ഇതിന്ന് ഏത് തിരഞ്ഞെടുത്താലും കുഴപ്പമില്ല എന്നാണ്. മക്കൾക്കൊക്കെ ബദരീങ്ങളെ പേരിട്ട്, പേരിനനുസരിച്ചുണ്ടാവും മനുഷ്യന്നാണ്. അതുകൊണ്ട് പേരിൻ്റെ താരീഖ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാരെ താരീഖാണ്? മോനെ അബൂബക്കർ എന്ന് പേരിടുമ്പോൾ അബൂബക്കർ സിദ്ദീഖിൻ്റെ പേര് ഇക്കോട്ടെ എന്ന് കരുതിങ്ങാണ്ടാണ് ഇട്ടതാണെങ്കിൽ ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലോ. അങ്ങനെയാണ്. നിങ്ങൾ തീർച്ചയായും എന്താണെന്നൊക്കെ എനിക്കറിയാം, അങ്ങനെയാണ് സംഗതി. പക്ഷെ അബൂബക്കർ സിദ്ദീഖിൻ്റെ പേര് ഇക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇടണം. അങ്ങനെയാണ് ചരിത്രം. പേരിൻ്റെ ചരിത്രം വളരെ പ്രധാനമാണ്. ബദരീങ്ങളെ പേരിൻ്റെ കൂട്ടത്തിലൊക്കെ കുറേ പേര് ഇഞ്ഞു നമ്മൾ ഇടാൻ ബാക്കിയുണ്ട്, കുറേ പേരുണ്ട്. അത് 313 ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ നല്ല നല്ല പേര് കുറേ ഉണ്ട്.
ألفا زبير يبرئ سعد سعيد هانئ أسعد إمران وأبي أبي عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അപ്പോൾ ബദരീങ്ങളെ പേരിടാം. മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഇപ്പൊ പഴയ പെണ്ണുങ്ങൾക്കൊക്കെ പഴയ പേര് മോഡലായി വരുന്നുണ്ട്. മോഡലാന്ന് കരുതിട്ടാലും മോഡലിന്റെ മാതിരി ഉണ്ടാവുള്ളൂ, ആമിനാബീന്റെ മാതിരി ഉണ്ടാവില്ല. റളിയല്ലാഹു അൻഹ ആമിന ബീവിന്റെ പേരാണ് എന്ന് കരുതിട്ടാലേ ആമിന ബീവിന്റെ മാതിരിയേ ഉള്ളൂ. ആമിന ബീവി എന്ന് പറഞ്ഞാൽ മുത്തുനബിയുടെ അമ്മയാണ് റളിയല്ലാഹു അൻഹ. മക്കളെ കൊണ്ട് വിജയിച്ച അമ്മാന്റെ ഉദാഹരണമാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ. ലോകത്തെ ഏറ്റവും സന്തോഷം അനുഭവിച്ച ഗർഭിണിയാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ. ആമിന ബീവിയുടെ സ്വപ്നങ്ങൾ വരെ പ്രകാശത്തിന്റെ കൊട്ടാരങ്ങളായിരുന്നു, മുൻകഴിഞ്ഞ അമ്പിയാക്കളായിരുന്നു. അതാണ് ആമിന ബീവി. ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയുടെ പേരാണ് എന്ന് കരുതിങ്ങാണ്ടിട്ടാലേ ആയിഷ ബീവിന്റെ മാതിരിയാവുള്ളൂ. 3600 ചില്ലാന ഹദീസാണ് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്തത് റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയുടെ പേരാണ് എന്ന് കരുതിട്ടാലേ ഖദീജ ബീവിന്റെ മാതിരിയാവുള്ളൂ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും അനുസ്മരിക്കാറുണ്ടായിരുന്ന ഭാര്യയാണ് സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പം അതുകൊണ്ട് പേരിൻ്റെ താരീഖാണ് രണ്ടാമത്തത്. ഇനി ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു മൂന്നാമത്തെ കാര്യമുണ്ട്, പേരിൻ്റെ ഉദ്ദേശം. എന്ത് ഉദ്ദേശത്തിലാണ് ഈ പേരിട്ടത്? നബി തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ മുത്തലിബ് ഇൽഹാമാണത്. അബ്ദുൽ മുത്തലിബിന് അള്ളാഹു നൽകിയ ഇൽഹാമായിരുന്നു കാരണം. മുഹമ്മദ് എന്ന് പേരിട്ടു. അപ്പൊ ഖുറൈശികൾ ചോദിച്ചു, എന്താപ്പത് അബ്ദുൽ മുത്തലിബെ, കേട്ടുകേൾവിയില്ലാത്തൊരു പേര്, ഇന്ന് വരെ ഞങ്ങൾ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലല്ലോ. അപ്പൊ പറഞ്ഞു, അറത്തു അഹ്മദഹു മൻ അലൽ ഖബ്റാ മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി സല്ലാ അലൈഹി അല്ലാഹു മാ അശ്റഖത് സംസുല്ലാഹ ഫീ ദാലിക സഅദി. നമുക്കൊരു ബക്കറ്റ് വീഡിയോക്കെ നടത്തണ്ടേ? അത് നടത്തുക. സംഘാടകർ ബക്കറ്റുമായി വരും, പൈസക്ക് വേണ്ടിയിട്ടാണത്, അല്ലാതെ ചായൻ്റെ ഗ്ലാസ് ഇട്ട് കൊടുക്കാനല്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും ഉള്ളതിനനുസരിച്ച് കാര്യമായിട്ടൊക്കെ സഹായിക്കണം. സ്റ്റേജിമുള്ളവരടുത്തൊന്നും പിരിച്ചോളി, ഞാനല്ലാത്ത എല്ലാവരുടെ അടുത്തൊന്നും പിരിച്ചോളി. വേണ്ട, സ്റ്റേജിമൊന്നും പിരിച്ചോളി. ഒരു 5 മിനിറ്റ് മുമ്പ് വിശ്രമിച്ചോട്ടെ. അപ്പൊ ഏതായാലും പിരിവിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട പാവാടെ വരുമാനവും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തി ഒരുപാട് നന്മകൾ നടക്കുകയാണ്. വലിയൊരു ദർസ് ഇവിടെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഫുൾ ചെലവ്, അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ, അതിനൊക്കെ ആവശ്യമായ കാര്യങ്ങൾ 3 മുദരിസന്മാർ ഇവിടെ ഉണ്ട്. 50-ലധികം 60ഓളം വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നു. നല്ല ഭാരിച്ച ചെലവുണ്ട്. മാത്രമല്ല മറ്റ് നമ്മുടെ മദ്രസ അൽബിർ പല കാര്യങ്ങളും നടക്കുന്നു. ഇപ്പോൾ നമുക്ക് വളരെ അടിയന്തിരമായി ദർസ് വിദ്യാർത്ഥികളുടെ ക്യാൻറ്റീനിൽ വലിയ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ അധികരിച്ചതുകൊണ്ടും ക്യാൻറ്റീനിൽ കുറച്ച് പ്രയാസങ്ങളുള്ളതുകൊണ്ടും പെട്ടെന്ന് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ അക്കമഡേഷൻ ഒരു 2 പിന്നെ എല്ലാരും കേട്ടുപോയില്ലേ?
അവിടെ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ അങ്ങനെയാണ്. അൽഹംദുലില്ലാ. ഞാൻ പിന്നെ ഇപ്പോൾ നമ്മൾ ചില പ്രത്യേക ചില കാര്യങ്ങളൊക്കെ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ മഖാമിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വലിയ ഒരു ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുത്ത് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ പല കാര്യങ്ങളുടെയും ചിലവ് മറ്റാരെയും ഏൽപ്പിക്കാതെ അത് ഞാൻ തന്നെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. എല്ലാവരും നന്നായി കൊടുക്കണം. 500 കൊടുത്താൽ പോരാ. ഏതായാലും ശരി, നമ്മളെ ക്യാൻറ്റീനിൽ ഒരു 3 ലക്ഷം ഞങ്ങൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ അങ്ങനെ വലിയൊരു ചിലവുണ്ട്. കുട്ടികളുടെ അക്കമഡേഷൻ ഒന്ന് നന്നാക്കി എടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയും ഒരു 3 ലക്ഷത്തിലധികം പിന്നെ നമുക്ക് ആവശ്യമാണ്. പിന്നെ അതുപോലെ ഞങ്ങൾ ഏകദേശം ഒരു വളരെ അത്യാവശ്യമായി ചെയ്യേണ്ടുന്ന ഒരു 5-10 ലക്ഷത്തിൻ്റെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യേണ്ടത് കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ആണ്ടിൻ്റെ ശേഷം ചെയ്യണമെന്നുണ്ട്. അതുപോലെ ഈ വിദ്യാർത്ഥികളുടെ ചെലവ്, ആ ചെലവിലേക്ക് നമുക്ക് വലിയ ഒരു സംഖ്യ അതും ആവശ്യമാണ്. അപ്പോൾ കുട്ടികളുടെ ചെലവ് ഏറ്റെടുക്കുകയാണ് ഓരോരുത്തരും. അപ്പോൾ അൽഹംദുലില്ലാ കുറേ ആളുകൾ മുന്നേ ഏറ്റെടുത്തവരുണ്ട്, കഴിഞ്ഞ പരിപാടികൾ ഏറ്റെടുത്തവരുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ പന്തായി റുഖിയനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, അവർ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു കുട്ടിയുടെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ സഹകരണം വളരെ ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇഹപര വിജയത്തിന് അതൊക്കെ കാരണമാക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് തുടരും. ബിസ്മില്ലാ. അൻത ഉമ്മുൻ നം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله محمد رسول الله أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي لا إله إلا الله لا إله إلا الله محمد رسول الله ارتكبت على الخطأ غير حصر وعدد لك أشكو فيه يا سيدي خير النبي لا إله لا إله إلا الله لا إله إلا الله محمد رسول الله. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ 1-ാം ഭാഗം വാപ്പ അമ്മ, 2-ാം ഭാഗം ഭാര്യ ഭർത്താവ്, 3-ാം ഭാഗം മക്കൾ. മക്കൾ നന്നാവാൻ 5 കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം ഉദ്ദേശം ക്ലിയർ ആയിരിക്കണം. 2ാമത് നല്ല പേരിടണം. നല്ല പേരിടണം എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ. 1 അർത്ഥം നന്നായിരിക്കണം, 2 താരീഖ് നന്നായിരിക്കണം, 3 ഉദ്ദേശം നന്നായിരിക്കണം. മക്കൾ നന്നാവാൻ ചെയ്യേണ്ട 3ാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം. മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ ഇൽമു പഠിപ്പിക്കുന്നതിനാണ് ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കാറുള്ളത്. മുസ്ലിമും ആവണം, ജീവിക്കാനും പറ്റണം. ജീവിക്കാൻ പറ്റിയാൽ മാത്രം പോരാ, മുസ്ലിമൊക്കെ ആവും, ജീവിക്കാൻ പറ്റണില്ല, അങ്ങനത്തെ ആയാൽ പോരാ. മുസ്ലിമും ആവണം, ജീവിക്കാനും പറ്റണം, രണ്ടിനും കൂടി പറ്റിയ. ഭൗതികം എത്ര പഠിച്ചാലും കുഴപ്പമില്ല, അതിനനുസരിച്ച് മതം പഠിച്ചിരുന്നാൽ മതി.
മതം പഠിക്കാതെ ഭൗതികം മാത്രം പഠിച്ചാൽ അവർ പഠിച്ചത് കൊണ്ട് അവർക്ക് തന്നെ ഉപകാരമുണ്ടായിരിക്കില്ല എന്നാണ്. ഉമ്മാക്കും വാപ്പാക്കും ഏതായാലും കാര്യം ഉണ്ടാവില്ല, അവർക്കെങ്കിലും കാര്യം വേണ്ടേ, അതും ഉണ്ടാവില്ല. അതുകൊണ്ട് മതം പഠിക്കണം, ഭൗതികം പഠിക്കണം. ഭൗതികം എത്ര പഠിച്ചാലും കുഴപ്പമില്ല, അതിനനുസരിച്ച് ദീനും പഠിച്ചാൽ മതി. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം ഹലാലും തൊയ്യിബുമായ ഭക്ഷണം മാത്രം കഴിക്കാൻ കൊടുക്കണം എന്നുള്ളതാണ്. തിന്നാൻ കൊടുക്കുന്നത് എപ്പോഴും തൊയ്യിബായിരിക്കണം. ഹലാല് മാത്രമായാൽ പോരാ, തൊയ്യിബുമായിരിക്കണം. ഹലാലാകാൻ പല വകുപ്പും ഉണ്ടാവും, തൊയ്യിബാവാൻ വകുപ്പ് കുറവാണ്. അതുകൊണ്ട് തൊയ്യിബായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. നാലാമത്തെ കാര്യം, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞു ദ്വാരക്കണം. ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ദ്വാൻ്റെ അത്രേ മക്കൾക്ക് ഉപകാരമുള്ള വേറൊരു ദ്വയും ദുന്യാവിലില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞു ദ്വാരക്കണം. സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന് ഉമ്മാൻ്റെ ദ്വ കിട്ടിയതാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് ഉമ്മാൻ്റെ ദ്വ കിട്ടിയതാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾക്ക് ഉമ്മാൻ്റെ ദ്വ കിട്ടിയതാണ്. ഇവിടെ പരാമർശിച്ചു ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലിയിനി ഷാദുലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ഉമ്മാൻ്റെ ദ്വയാണത്. ഷാദുലി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം പിന്നിട്ടതിൻ്റെ ശേഷം കണ്ണിന് കാഴ്ച പരിപൂർണമായും നഷ്ടപ്പെട്ടിരുന്നു. മഹാനവറുകൾ വഫാത്താവുമ്പോൾ തീരെ കണ്ണ് കാണാതെയാണ് വഫാത്താവുന്നത്. സ്വർഗത്തിലാദ്യം റബ്ബിനെ കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നാണത്. റൂഹുൽ ബയാൻ നീ നോക്ക് രണ്ടിൽ ഉണ്ടിത് 686 പറയുന്നത്. അബുൽ ഹസൻ അലി ഷാദിലി റളിയല്ലാഹുവിനെ കുറിച്ച് ഇവിടെ പരാമർശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളിന്ന് സാധാരണ ചെല്ലുന്ന ഒരുപാട് ദിക്റുകൾ ഉണ്ടല്ലോ. നമ്മളെ സബീന ഉണ്ടല്ലോ, സബീനയിലുള്ള മിക്കവാറും ദിക്റുകളൊക്കെ ഷാദുലിയാക്കളുടേതാണ്. താജുസ്സലാത്ത്, നാരിയത്തുസ്സലാത്ത്, ദലായിലുൽ ഖൈറാത്ത്, ബുർദബൈത്ത്. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഷാദുലിയാണ്. അപ്പം അങ്ങനെ ഒരുപാട് നമുക്ക് കേരളക്കാർക്ക് പ്രത്യേകിച്ചും ഒരു ബന്ധമുള്ള ആളാണ് അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹു. ഉമ്മാൻ്റെ ദ്വയാണ് എന്ന് പറഞ്ഞാണ് ഞാൻ. ഗൗസുല്ലാദമിൻ്റെ ഉമ്മാൻ്റെ ദ്വയാണ് യഥാർത്ഥത്തിൽ. ഗൗസുല്ലാദമിൻ്റെ വാപ്പ നേരത്തെ മരണപ്പെട്ടിരുന്നു. ഉമ്മയാണ് 25 വർഷം പഠിപ്പിക്കുന്നതും ഉമ്മ തന്നെയാണ്. ഉമ്മാൻ്റെ അടുത്ത് തന്നെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മഹാനായ ഗൗസുല്ലാദം നേടുന്നതും. ദീനീ പ്രബോധനത്തിന് ഒരുപാട് കാലം 25 വയസ്സിൽ നാട് വിട്ടിട്ട് ദീൻ പഠിക്കാൻ വേണ്ടി 25 കൊല്ലം ചുറ്റി നടന്നു. അങ്ങനെ 50 വയസ്സ് 40 വർഷം ദർസ് നടത്തുകയും വയല് പറയുകയും ചെയ്തു. അതിൻ്റെ കൂടെ മഹാനവറുകൾക്ക് കച്ചവടം ഉണ്ടായിരുന്നു. 65 കൊല്ലം കച്ചവടം ചെയ്ത് 91-ാമത്തെ വയസ്സിൽ മഹാനവറുകൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയന്നായകൽ കേട്ടാരെ ഇരുന്നോവർ 40 ആണ്ടോളം വയത് പറഞ്ഞോവർ നന്നായി 90 കൊല്ലം ഇരുന്നോവർ. അള്ളാഹു അവരുടെയൊക്കെ മദദ് ഫൈലാനിനെ നമ്മളിലേക്ക് വർഷിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്ന ഷെയ്ഖുപ്പാപ്പ അള്ളാഹു അവരുടെ മദദിനെയും ഫൈലാനിലെയും നമ്മളിലേക്ക് വർഷിപ്പിക്കട്ടെ. അവരുടെ തിരുനോട്ടമുള്ള ഒരു മഹത്തായ സദസ്സായി ഈ സദസ്സിനെ അള്ളാഹു നമ്മളിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ഇനി പറയാൻ ബാക്കിയുള്ളത് ബന്ധു എന്ന് പറയുന്ന വിശാലാർത്ഥത്തിൽ ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, എളാപ്പാർ, മൂത്താപ്പാർ. ജ്യേഷ്ഠന്മാരും അനുജന്മാരും തമ്മിൽ മുണ്ടൂലെങ്കിൽ, എളാപ്പിയും മൂത്താപ്പിയും തമ്മിൽ മുണ്ടൂലെങ്കിൽ ഞാൻ അതിന് പറയണ ഒറ്റ നിർദ്ദേശമേ ഉള്ളൂ. അടുത്ത വെള്ളിയാഴ്ച അങ്ങാടി പോകുമ്പോൾ 10 ഉറുപ്പ്യ കൊടുത്താൽ അല്ലെങ്കിൽ 20 ഉറുപ്പ്യ കൊടുത്താൽ യൂസുഫ് നബിയുടെ കഥയുള്ളൊരു പുസ്തകം കിട്ടും. മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ താരീഖുള്ള ഒരു ബുക്ക്. അത് വാങ്ങിക്കൊണ്ടിരാം. അത് വാങ്ങിക്കൊടുന്നിട്ട് ഓരോട്ട് ആദ്യം വായിച്ചു നോക്കുക. മുണ്ടാത്ത ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പോയി സലാം പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഓരോട്ടം വായിക്കുമ്പോൾ നിർത്താം. തോന്നുന്നില്ലെങ്കിൽ രണ്ടാമത് പിന്നെയും വായിക്കുക.
അങ്ങനെ എപ്പോഴാണ് മുണ്ടാത്ത അഞ്ചൻ്റെ അല്ലെങ്കിൽ മുണ്ടാത്ത എളാപ്പാൻ്റെ അടുത്ത് പോയിട്ട് അസ്സലാമു അലൈക്കും എളാപ്പ ഒന്നും വിചാരിക്കണ്ട കേട്ടോ എന്ന് പറയാൻ തോന്നുന്നത് അതുവരെ വായിക്കുക. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടു. അത്തിരിട്ടൊന്നും ഇപ്പം നമ്മളെ കാരണന്മാർ നമ്മളോട് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം വള്ളിമ്മക്കൂടെ കയറിയിട്ട് മിസ്രിൽ പോയി രാജാവായിട്ട് ആ ജ്യേഷ്ഠന്മാർ യൂസുഫ് നബിയെ കാണാൻ വേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് സയ്യിദുനാ യൂസുഫ് അലൈഹി ഇസ്ലാം തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നില്ല എന്നാണ്. ജ്യേഷ്ഠന്മാരെ ബഹുമാനിച്ചിട്ട്, ഏത് ജ്യേഷ്ഠന്മാരെ അറിയോ? ഈ കിണറ്റിലിട്ട ആൾക്കാർ. ആ മനുഷ്യന് അല്ലാഹു വലിയൊരു ദർജ കൊടുത്തു യൂസുഫ് നബിക്ക്. എന്താ ദർജ? ഒരിക്കൽ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് നൈൽ നദിയുടെ ഒരു കരയിലാണ് മഹാനവറുകൾ താമസിക്കുന്നത്. മറുകരയിൽ താമസിക്കുന്ന ആളുകൾ വന്നിട്ട് പറഞ്ഞു, യൂസുഫേ നിങ്ങൾ കുറച്ചുകാലം ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് പാർക്കണം എന്ന് പറഞ്ഞു. മഹാനവറുകൾ ചോദിച്ചപ്പോൾ എന്തിനാ ഞങ്ങളെ നാട്ടിൽ വന്ന് താമസിക്കണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും നല്ല പൈസ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ നാട്ടിൽ വന്ന് കുറച്ച് ദിവസം പാർത്താൽ അവിടെ എല്ലാവർക്കും നല്ല പൈസ ഉണ്ടാവും, ജലസേചനം നടക്കും, കൃഷിയൊക്കെ ഉഷാറായും കടക്ക് വീടും പെരപ്പണിയൊക്കെ തീരുന്ന ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. സയ്യിദുനാ യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്നെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നൈലിൻ്റെ മറുകരയിൽ പോയി മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാം താമസിച്ചു. അവർ വിചാരിച്ചതുപോലെ തന്നെ ജലസേചനം നടന്നു, കൃഷി ഉണ്ടായി, വരുമാനമുണ്ടായി, വീട് പണികൾ തീർന്നു, കടങ്ങൾ വീടി, റാഹത്തായി, എല്ലാവർക്കും സമ്പത്തുണ്ടായി. എന്നാൽ മടങ്ങിപ്പോരുന്നതിന് മുമ്പ് മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവിടെ വെച്ചുകൊണ്ട് വഫാത്തായി. വഫാത്തായപ്പോൾ നാട്ടുകാർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. അക്കരമുള്ള ആൾക്കാർ പറഞ്ഞു, യൂസുഫിനെ ഇവിടെ മറവ് ചെയ്യണം, ഇവിടുന്നല്ലേ മരിച്ചത്, അമ്പിയാക്കൾ വഫാത്തായോടെ തന്നെ മറവ് ചെയ്യണം എന്നാണ് പറഞ്ഞു. ഇക്കരമക്കാർ വന്നു, അതിപ്പോഴേ വിട്ടെന്നാ ശരിയാവില്ല, അത് മൂപ്പര് അവിടെ ഉള്ളതാണ്, മൂപ്പര് കുറച്ചൊന്നും ഇവിടെ വന്ന് നിന്നൂന്നേ ഉള്ളൂ, ഞങ്ങൾ കൊണ്ടുപോവുകയാണ് പറഞ്ഞു. അപ്പം അക്കരമക്കാർ പറഞ്ഞു, കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അക്കരമക്കാർ പറഞ്ഞു, കൊണ്ടുപോകും, ഞങ്ങളൊന്ന് കൊണ്ടുപോയിക്കാണി, ഞങ്ങളൊന്ന് തരാതിരുന്നാണ്. അങ്ങനെ എത്തത്തിലു രണ്ടു കൂട്ടരും പരസ്പരം ജനാസക്ക് വേണ്ടി വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ രണ്ട് നാട്ടിലെയും ഖാദിമാർ യോഗം ചേർന്നിട്ട് ഒരു തീരുമാനമെടുത്തു. എത്രേ? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഒരു പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയുടെ നടുവിൽ മണലും ചാക്ക് വെച്ച് വെള്ളം കെട്ടി നിർത്തിയിട്ട് പെട്ടിയിലാക്കി മറവ് ചെയ്ത് വെള്ളം രണ്ടു ഭാഗത്തേക്കും തിരിച്ചുവിടാൻ. അങ്ങനെ മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നൈൽ നദിയുടെ നടുവിൽ പെട്ടിയിലാക്കിയാണ് മറവ് ചെയ്തത് എന്നാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം അമ്പിയാക്കളിൽപ്പെട്ട ചിലർക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനാസ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി മറവ് ചെയ്യാനുള്ള കൽപ്പനയുണ്ടായി. അങ്ങനെ മഹാനായ യൂസുഫ് നബിയുടെ മക്ബറ ജനാസ അവിടെ നിന്ന് എടുത്തിട്ട് ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്തുള്ള ഹറം ഇബ്രാഹിം എന്ന് പറയുന്ന ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവുകയാണ് ചെയ്തത്. ഇന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ ഇബ്രോണിലാണുള്ളത്. പക്ഷെ മറവ് ചെയ്തിരുന്നത് നൈൽ നദിയുടെ നടുവിൽ പെട്ടിയിലാക്കിയിട്ടായിരുന്നു. ആ മനുഷ്യൻ പോയോടത്തൊക്കെ പൈസ ഉണ്ടാകുക, പോയോടത്തൊക്കെ കൃഷി ഉണ്ടാകുക, പോയോടത്തൊക്കെ ആൾക്കാർക്ക് വലിയ സൗകര്യങ്ങൾ ഉണ്ടാകുക. എന്തുണ്ടായത്? മഹാനവറുകളുടെ ജീവിതത്തിലെ ചില പ്രത്യേകമായ ടേണിംഗ് പോയിന്റുകളാണ് യഥാർത്ഥത്തിൽ അത്. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസ്രിഹി ഫല്യസിൽ റഹിമഹു ഹബീബുനാ റസൂലുള്ളാഹി. ആർക്കെങ്കിലും ആയുസ് ദീർഘമാകണമെന്നും ഭക്ഷണം വിശാലമാകണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് മാത്രമല്ല കേട്ടോ, ഭക്ഷണത്തിലേക്കുള്ള വഴിയും റിസ്ക്കാണ്, ഭക്ഷണത്തിലേക്കുള്ള വഴികളും റിസ്ക്കാണ്. യഥാർത്ഥത്തിൽ അരിയോ ഗോതമ്പോ ഒന്നുമല്ല ഭക്ഷണം എന്ന് പറഞ്ഞത്, ഭക്ഷണത്തിൻ്റെ തൗഫീഖാണ്. പൈസ ഉണ്ടായതുകൊണ്ട് ഭക്ഷണം ഉണ്ടായിക്കോണമെന്നില്ല, ഭക്ഷണം ഉണ്ടായാൽ തന്നെ കഴിക്കാനുള്ള തൗഫീഖ് ഉണ്ടായിക്കോണമെന്നില്ല. തൗഫീഖ് ഉണ്ടായാൽ സമയാസമയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ തൗഫീഖാണ് എപ്പോഴും വേണ്ടത്. ഞാനൊക്കെ ഇപ്പം ഇന്ന് രാത്രി തിന്നത് എന്താന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ തൊള്ളിൽ കൂടെ കപ്പലിങ്ങനെ പോകും. എമ്മാതിരി വലിപ്പമുള്ള കോയിൻ്റെ കഷ്ണമൊക്കെ ആയിരുന്നു എന്ന് പറയുക. ഞങ്ങൾ അസൂയ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. എല്ലാവരെയും വാപ്പാർ അത്യാവശ്യം ഓതാൻ കൊണ്ടാക്കിയില്ലേ, ഫത്തുൽ മൊയ്ൻ പകുതിക്കെത്തിയപ്പോൾ ചാടിപ്പോന്നതല്ലേ, അതിന് ഇന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം?
അങ്ങനെയല്ലോ മുഴുവനാക്കാത്തതിൻ്റെ കുഴപ്പം. മുത്തല്ലിമിങ്ങളോടും പറയാനുള്ളത് ഒരു കാര്യമാണ്, നല്ലത് കേടെന്നാൽ പറ്റ കുരുത്തം കെട്ടതാവും. അതുകൊണ്ട് തുടങ്ങി വെച്ചത് പൂർത്തിയാക്കിയില്ലെങ്കിൽ സംഗതി പ്രശ്നമാവും. അതുകൊണ്ട് നന്മയുടെ വഴിയിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകൾ അത് പൂർത്തിയാക്കാൻ വേണ്ടി ശപഥം ചെയ്യണം. അപ്പോഴൊക്കെയാണ് ബറക്കത്തും. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഒരു കുട്ടിയുടെ ചെലവ് ഏറ്റെടുത്തതായിട്ടുള്ള അറിയിപ്പുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ, ജാരിയായ സ്വതക്കയാക്കട്ടെ. അവരുടെ മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ട് അവരുടെയൊക്കെ ഖബറിനെ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു വീട്ടി കൊടുക്കട്ടെ. ഇൽമ് എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൽമിന് ഖിദ്മത്തെടുക്കുക അമ്പിയാക്കളുടെ അനന്തരമാണ് ഇൽമ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൽമിൻ്റെ ഖാദിമീങ്ങളായി എല്ലാവരും മാറണം. ദർസ് നിലനിൽക്കുക എന്ന് പറഞ്ഞത് നാട്ടിന് വലിയ ഐശ്വര്യമാണ്. ഒരു കാര്യം ഉറപ്പാട്ടോ, നിലനിർത്താൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ അതിന് അത്രയും ഗുണമുണ്ടായത്. ദർസ് നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമുള്ളതായിരിക്കും. അതുകൊണ്ടാണ് അതിന് അത്രയും വലിയ ഗുണമുണ്ടായതും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. ദർസിക്കൊക്കെ കുട്ടികളെ പറഞ്ഞേക്കണം. ഞാൻ ഒരിക്കൽ ഇങ്ങനെ കോഴിക്കോട് നിന്ന് ഒരു പരിപാടി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ബസ്സിൽ, അന്ന് വണ്ടിയൊന്നുമുള്ള സമയമായിട്ടില്ല, ബസ്സിനിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരാൾ അത്യാവശ്യം കണ്ടാൽ തിരക്കിടില്ലാത്തൊരു തടിയും മണ്ണൊക്കെ ഉള്ള വെള്ളക്കുപ്പായൊക്കെ ഇട്ടിട്ട് ഒരാൾ കയറിയിട്ട് KSRTC-യിലാണ്. ഞാൻ അങ്ങാടിപ്പുറത്താണ് ഇറങ്ങുക. അപ്പം എൻ്റെ സീറ്റിൽ ഇങ്ങനെ ഇവിടെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് അയാളിനോട് ചോദിച്ചു, നിങ്ങളെവിടെയെന്ന് ചോദിച്ചു. ഞാൻ കൊളത്തൂരാണ് പറഞ്ഞു. അവിടെ ഇപ്പോൾ പള്ളിയിൽ ദർസുണ്ടോ ചോദിച്ചു. അതിൽ ഞാൻ പറഞ്ഞു ഇല്ലായിരുന്നു. അന്ന് ദർസുണ്ടായിരുന്നില്ല, അപ്പോൾ ദർസുണ്ട്. ഇത് ഭരണ സമയത്ത് ദർസില്ലായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഇപ്പം എവിടെയും ദർസില്ല, ആൾക്കാരൊന്നും കുട്ടികളെ ഓതാൻ പറഞ്ഞേക്കണില്ല. ഇങ്ങനെയൊക്കെ പോയാൽ ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യം എന്താണെന്നാവുക, കഷ്ടം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞ് അയാളെ പറച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലാസ്റ്റ് മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു മൂന്ന് ആൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. ഓല എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ചോദിച്ചു. ഒരാൾ അക്കരമയാണെന്ന് പറഞ്ഞു, ഒരാൾ ഇക്കരമയാണെന്ന് പറഞ്ഞു, ഒരാൾ നടുവിലുമാണ് എന്ന് പറഞ്ഞു. അതായത് അവനാൻ്റെ കുട്ടികളൊന്നും ഓതാൻ പറഞ്ഞേക്കാനാവില്ല, ദീനുൽ ഇസ്ലാം നിലനിൽക്കണം എന്നുണ്ടേനും ഒക്കെ കൂടി നടക്കൂല. എല്ലാവരും പറ്റുന്നവർ, ഞാൻ ഒരു തറവാട്ടിൽ ഒരാൾ എപ്പോഴും മൂല്യരുണ്ടാവണം എന്നേ പറയണുള്ളൂ. അല്ലാതെ എല്ലാവരും മൂല്യന്മാരാകും പോയാൽ പിന്നെ ആരോടെ വയല് പറയുക, അതൊരു പ്രശ്നമല്ലോ. അതുകൊണ്ട് ഒരു തറവാട്ടിലൊന്ന് ആൾക്കാരുടെ ഇടയിൽ നീച്ച് നിന്നിട്ട് വർത്താനം പറയാൻ പറ്റുന്ന തരത്തിൽ ഒരു തറവാട്ടിലൊന്ന് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ ഈ നാടിന് വലിയ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ നിലനിർത്തി തരട്ടെ. അള്ളാഹു അവൻ്റെ മദദിനെയും ഫൈദാനിലെയും നമ്മുടെ ഈ നാട്ടിലേക്ക്, പ്രദേശത്തേക്ക് വർഷിപ്പിക്കട്ടെ. ഐക്യത്തെയും യോജിപ്പിനൊക്കെ അള്ളാഹു നിലനിർത്തി തരട്ടെ. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുടുംബബന്ധം എന്ന് പറഞ്ഞത് വിശാലമായ കുടുംബം. ജ്യേഷ്ഠന്മാർ, അഞ്ചന്മാർ, എളാപ്പാർ, മുത്താപ്പാർ. അപ്പം എന്താ വേണ്ടത് പറഞ്ഞത്? യൂസുഫ് നബിയുടെ താരീഖ് വായിച്ചാൽ ജ്യേഷ്ഠനും അഞ്ചനും കൂടി മുണ്ടില്ലെങ്കിൽ മുണ്ടാനാണ് തോന്നുവോളാണ്ട് വായിച്ചാൽ മതി. എളാപ്പി മൂത്താപ്പി മുണ്ടണില്ലെങ്കിൽ മുണ്ടാനാണ് തോന്നും. യൂസുഫ് നബിയുടെ കഥ വായിച്ചാൽ ആ ജ്യേഷ്ഠന്മാർ, ആ കിണറ്റിലിട്ട ആൾക്കാർ മിസ്രിലേക്ക് വന്ന സമയത്ത് മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ബഹുമാനം കൊണ്ട് തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് വലിയ വലിയ ഭാഗ്യങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനത്തെ വിഷയങ്ങളെ കൊണ്ടാണ്. ഞാൻ പറഞ്ഞ വിഷയങ്ങളൊന്ന് ചുരുക്കി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ബന്ധുക്കൾ, കുടുംബജീവിതം എന്നതൊക്കെ പറയുന്നതിലെ ഒന്നാം ഭാഗം എന്ന് പറയുന്നത് വാപ്പിയമ്മയാണ്. ഉമ്മാൻ്റെ അടുത്ത് അള്ളാഹു തആല സ്വർഗം കൊടുത്തിട്ടുണ്ട്. അതിന് രണ്ട് ഭാഗമുണ്ട്. ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. പരീക്ഷാ ഫീസ് വാപ്പാൻ്റെ അടുത്താണ് കൊടുത്തത്. സ്കൂട്ടിയിൽ എണ്ണടിക്കാനുള്ള പൈസ വാപ്പാൻ്റെ അടുത്താണ് കൊടുത്തിട്ടുള്ളത്. മീൻ വാങ്ങാനുള്ള പൈസ വാപ്പാൻ്റെ അടുത്താണ്. സ്വർഗം മാത്രം ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തു. എന്തേക്കാരം അതെന്ന് ഞാൻ കുറേ ആലോചിച്ച് ചോദിക്കണം. അത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന്, ഇമ്മാൻ്റെ അടുത്തു നിന്നാകുമ്പോൾ വേഗം വാങ്ങാൻ പറ്റും. ബാപ്പാൻ്റെ അടുത്തു നിന്നാണെങ്കിൽ കിട്ടണമെങ്കിൽ കുറച്ച് പണി ഉണ്ടാവും. ഉമ്മാൻ്റെ അടുത്തു നിന്ന് എളുപ്പം കിട്ടും. എന്നിട്ടും ഒരാൾ വാങ്ങിയില്ലെങ്കിൽ ഓൻ 5 നയ പൈസക്ക് പറ്റൂല. ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തിട്ടും വാങ്ങിയില്ലെങ്കിൽ. അതിന് രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. സ്വർഗം ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തത് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്.
എന്നാളൊരു ഉമ്മ പറഞ്ഞു ഉത്തരേ, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്തും പുറം പോലും ഓന് കാണിച്ചു കൊടുക്കരുത്. അതിനല്ല കേട്ടോ ഉമ്മാൻ്റെ അടുത്ത് തന്നിട്ടുള്ളത്, എന്തൊക്കെ ഉണ്ടായാലും എൻ്റെ കുട്ടിയല്ലേ എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ കാര്യം കൂടി അതിൻ്റെ കൂട്ടത്തിൽ വെക്കണം. എന്തായാലും ഉമ്മാൻ്റെ കാലിലോട്ടാണ് സ്വർഗം. വാപ്പ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്രസ്സാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രാധാന്യപൂർവ്വം കാണുകയും വേണം എന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഭാര്യ ഭർത്താവ് എന്ന ബന്ധമാണ്. സ്വഭാവമാണ് കുടുംബജീവിതത്തിൻ്റെ വിജയം. സൽസ്വഭാവം ഒറ്റ വാക്കിൽ ഒതുക്കാൻ പറ്റൂല. ഒതുങ്ങാണെങ്കിൽ ലാ തഗ്ളബ് അഹദ എന്ന ഹദീസിലാണ് ഒതുങ്ങുക. നീ ആരോടും ദേഷ്യപ്പെടരുത് എന്നതിനാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. പാരമ്പര്യത്തിൻ്റെ പേരിൽ ദേഷ്യം പഠിപ്പിക്കുന്ന ആളുകൾ വരെയുള്ള കാലഘട്ടത്തിലാണ് ഇങ്ങനെ വേദ പറയാൻ നമുക്ക് അവസരം ഉണ്ടായത്. മൂന്നാമത്തെ കാര്യം മക്കളുമായി ബന്ധപ്പെട്ടുള്ള ബന്ധമാണ്. മക്കൾ സ്വാലിഹീങ്ങളാവാൻ, മക്കൾ നന്നാവാൻ 5 കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, മക്കളെ കൊണ്ടുള്ള ഉദ്ദേശം ക്ലിയർ ആയിരിക്കണം. പല ഉദ്ദേശങ്ങളും നമുക്ക് ആദ്യം എടുക്കേണ്ടത് അവസാനം എടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ആദ്യം എടുക്കേണ്ട വലിയ തീരുമാനം അവസാനം എടുക്കും. നമ്മൾ തല്ലിമീങ്ങളെ കാണുമ്പോൾ 2 വർത്താനം കൂടി പറയാൻ എനിക്ക് തോന്നണമൊക്കെ ഉണ്ട്. അതെന്താ വെച്ചാൽ SLC ഇങ്ങനെ പാസ്സായി ഒരു 9 A+ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. 10 A+ ഉണ്ടായെങ്കിൽ +2 സയൻസിന് വിടണം. ഒരു 8 or 7 ഒക്കെ ആണെങ്കിൽ കൊമേഴ്സിന് വിടാം. ഒരു 5, 4 A+ ഒക്കെ ആണെങ്കിൽ ഹ്യൂമാനിറ്റീസിന് വിട്ടാലും മതി. ഒറ്റ A+ ഇല്ലെങ്കിൽ പിന്നെ കിട്ടിയ SLC മതിയാക്കിയിട്ട് അടുത്ത പരിപാടിക്ക് വിടണം. എന്താ അടുത്ത പരിപാടി? വല്ല സൂപ്പർ മാർക്കറ്റിലോ കണ്ണടപ്പീടിയിലോ ചെരുപ്പും കടയിലോ ജ്വല്ലറിയിലോ ഒക്കെ നിന്നാൽ പഠിച്ചുണ്ടാക്കിയാൽ മെച്ചം തന്നെയാണ്. വിദ്യാഭ്യാസത്തിലെ ഏറ്റവും വലുത് ജീവിക്കാനുള്ള വിദ്യാഭ്യാസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ പഠിഞ്ഞാൽ സംഗതി ഉഷാറാവും. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലൊക്കെ ഒന്ന് കൊണ്ടാക്കി വിജയിക്കാൻ പറ്റിയാൽ സൂപ്പറാണ്. മീൻ കടയ്ക്ക് പറ്റും, കോഴിക്കടയെ പറ്റും, അങ്ങനെയൊക്കെ പറ്റും ഇവിടെ കൊണ്ടാക്കിയിട്ട്. പക്ഷെ 4 ദിവസം പോയിട്ട് വന്നപ്പോഴോ ഒരു ദിവസം ഏട്ടത്തല വെട്ടിയപ്പോൾ ചെറിയിക്കിട്ട് തെറിച്ചു. അന്ന് വാപ്പാട് വന്നിട്ട് പറഞ്ഞു, ഇപ്പാ ഇന്നെക്കൊണ്ടിത് നടക്കൂലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെറുക്കനെ നമ്മൾ കാട്ടുകയെന്ന് ഇമ്മയും ബാപ്പയും കൂടി ഇങ്ങനെ കൂടി ആലോചിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ഓനെ അമ്മക്ക് ഓതാൻ കൊണ്ടാക്കുക. അപ്പോൾ വാപ്പ പറഞ്ഞു, ഒന്ന് മയ്യത്ത് നിസ്കരിക്കാനും കടക്കട്ടെ. ആരും ഈ ഏട്ടത്തല വെട്ടാൻ പറ്റാത്ത ഓനുള്ള പനക്ക് മയ്യത്ത് നിസ്കരിച്ചേണ്ടത്. അത് ശരിക്കും ആദ്യം എടുക്കേണ്ട തീരുമാനമാണ്. മൂത്തത് ആൺകുട്ടിയായിരുന്നു. അൽഹംദുലില്ലാഹ് അവനാൻ്റെ വെച്ചിട്ടൊന്ന് മയ്യത്ത് നിസ്കരിക്കാനായി കിട്ടിയല്ല അല്ലാന്ന് അന്ന് തീരുമാനിക്കേണ്ടത്. അതാണ് ഞാൻ ആദ്യം എടുക്കേണ്ട പല തീരുമാനങ്ങളും നമ്മൾ അവസാനം എടുക്കും. ഇനിയിപ്പോൾ അങ്ങനെ അവസാനം തീരുമാനം എടുത്ത എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. ഏതായാലും ഒന്ന്, കുട്ടികളെ കൊണ്ടുള്ള ഉദ്ദേശം ക്ലിയർ ആയിരിക്കണം. 2, ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരുണ്ടായിരിക്കണം. 3ാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം. 4ാമത്തേത് ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കൊടുക്കണം. 5ാമത്തേത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദ്വാരക്കണം. ഇനി ബന്ധങ്ങളിൽ ഉള്ള അടുത്തത്, ബന്ധങ്ങളിലുള്ള പ്രധാനപ്പെട്ടത് ജ്യേഷ്ഠാനുജന്മാർ, എളാപ്പ മൂത്താപ്പമാർ, പെങ്ങന്മാർ, അമ്മായിമാർ. ഒരു കാര്യം ഞങ്ങളോട് ഉറപ്പിച്ച് പറയാം, ആർക്കും ആരെയും മാറ്റാൻ കഴിയില്ല, സ്വയമായി മാറാൻ മാത്രമേ കഴിയുള്ളൂ. ഓൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയതാണ് എന്ന് പറഞ്ഞിട്ടൊരു പ്രയോജനമില്ല. മറ്റൊരാളെ മാറ്റാൻ നമുക്ക് കഴിയില്ല, നമുക്ക് മാറാനേ കഴിയുള്ളൂ. വലിയ ഒരു ചെമ്പട്ടിയിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഓക്കപ്പടിയും പുണ്ണാക്കും ലേശം ഉപ്പും ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് മൂരിക്കൊട്ടിനിങ്ങനെ കൊടുങ്ങാണ്ട് തല പിടിച്ച് താത്താനേ കഴിയുള്ളൂ. വലിക്കണമെങ്കിൽ മൂരിക്കുട്ടി തന്നെ വിചാരിക്കണം. ആർക്കും ആരെയും മാറ്റാനൊന്നും കഴിയൂല, സ്വയമായി മാറാൻ മാത്രമാണ് കഴിയുക. നാട്ടുകാരൊക്കെ നന്നായിട്ട് നമ്മൾ നന്നാവാൻ തീരുമാനിച്ചിട്ട്, ആ ജ്യേഷ്ഠൻ അങ്ങനെ ആയിട്ടല്ലേ, 5 എങ്ങനെ ആയിട്ടല്ലേ, അല്ലെങ്കിലും അളാപ്പനോട്. ശൈത്താൻ്റെ വലിയൊരു പണി എന്താ പറയുക, നിങ്ങൾ ന്യായം പറഞ്ഞു തരും. ശൈത്താൻ്റെ ഒരു മനുഷ്യ ശരീരത്തിൽ പിശാച് കയറിയാൽ ആദ്യം കയറുക നാവുമ്മൈക്കാരം. മനുഷ്യ ശരീരത്തിൽ ശൈത്താൻ കയറുമ്പോൾ ആദ്യം കയറുക നാവുമ്മൈക്കാരം. നാവുമ്മ ശൈത്താൻ കയറിയാൽ അവന് ന്യായം പറയാനല്ലാതെ വിവരം ഉപയോഗപ്പെടുകയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപകടം എന്ന് പറഞ്ഞത്.
അതുകൊണ്ട് ആദ്യം സംഭവിച്ചതിന് ന്യായം പറയാന്നുള്ളതാണ്. ന്യായമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് മാറാനേ കഴിയുള്ളൂ, മറ്റുള്ള മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്തേ ചെയ്തത് എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. ഓലെന്തേ ചെയ്തത് എന്നുള്ളതിൻ്റെ ഉത്തരം ഓലാണ് പറയേണ്ടത്, നമ്മളല്ല. അതുകൊണ്ട് മാറ്റത്തിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് കുടുംബ പ്രശ്നങ്ങൾ തീരാനുള്ള ഏറ്റവും വലിയ പരിഹാരമാർഗം. ഞാൻ പറഞ്ഞൊരു കാര്യം ആലോചിക്കങ്ങൾ, യൂസുഫ് നബിയുടെയും ജ്യേഷ്ഠന്മാരെയും കഥ വായിച്ചാൽ എളാപ്പി മക്കളും മുണ്ടും, ജ്യേഷ്ഠനും അഞ്ചനും മുണ്ടും, അമ്മകളും മുണ്ടും, പെങ്ങന്മാരും ആങ്ങളാരും മുണ്ടും, എല്ലാം ക്ലിയർ ആയിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല കുടുംബ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ.